Adobe Illustrator full course സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. നമ്മൾ ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ വരുന്ന എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ ഈ ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടും കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഷേപ്പ് ബിൽഡർ ടൂളാണ്. ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നിങ്ങൾക്കും അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അത് ഒരുപാട് ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ അത് പോയി പഠിക്കാം. നിങ്ങൾക്ക് പലർക്കും പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റി അറിയാമെങ്കിൽ അതേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മളുടെ ഈ ഷേപ്പ് ബിൽഡർ ടൂളും ചെയ്യണത്. ഇതിൽ ഷേപ്പ് ബിൽഡർ ടൂളിൽ കുറച്ചും കൂടെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനാദ്യം ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. പിന്നെ ഫില്ല് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നു. ഇനി ഞാൻ ഒരു എലിപ്സ് ടൂൾ എടുക്കുന്നു. ഇവിടെ ഒരു എലിപ്സ് ഞാൻ വരയ്ക്കുന്നു. പിന്നെ സെലക്ഷൻ ടൂൾ എടുത്ത് ഞാൻ ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ കൺട്രോൾ D അടിക്കുന്നു. അപ്പോൾ 3 കോപ്പി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഷേപ്പ് ബിൽഡർ ടൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള 3 ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഇതെല്ലാം കൂടെ സെലക്ഷൻ ടൂൾ വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഷേപ്പുകൾ രണ്ടും കൂടെ ജോയിനായി, അതായത് അത് രണ്ടും ആഡായി, അത് ഒരു ഒറ്റ ഷേപ്പായിട്ട് മാറി. ഇനി അടുത്ത ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ താഴെ വന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്യുന്നു. ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടൂളിൻ്റെ സൈഡിൽ ഒരു മൈനസ് സൈൻ വരുന്നത്. ഓൾട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ പ്ലസ് സൈനാണ് കാണുന്നത്. അതായത് ഓൾട്ട് പ്രസ് ചെയ്താൽ മൈനസും ഓൾട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ പ്ലസ്സുമാണ്. അപ്പോൾ ആഡും സബ്ട്രാക്റ്റ് എന്നും പറയാം. അപ്പോൾ ഞാനിവിടെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം അതിൽ നിന്ന് റിമൂവ് ആയിട്ട് പോകും. ഇനി വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് മൂവ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്കാം. അത് നമുക്കൊരു ഷേപ്പായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഷേപ്പ് ബിൽഡർ ടൂളിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന 3 ഫങ്ഷൻസ്. ഇനി നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഇതൊന്ന് വരച്ച് നോക്കാം. ഒരു ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് ഫയൽ, പ്ലേസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇമേജ് ഞാൻ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഇമേജ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ ലൊക്കേഷനിൽ പോയി ആ ഇമേജ് സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പ്ലേസ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഇമേജ് കിട്ടും. നമ്മൾ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലൊന്നും ഇത് മൂവ് ചെയ്യില്ല. അത് അവിടെ തന്നെ ലോക്കായിട്ടിരിക്കും. ഇത്തിരി കളറും കുറയും, ഫെയ്ഡ് ആയിട്ടിരിക്കും. ഞാൻ ഒന്ന് സൂം ചെയ്യുകയാണ്. നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ആദ്യം ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വരയ്ക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഇതും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂളിൽ വെച്ച് നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഞാൻ മുകളിലോട്ട് എത്തി വയ്ക്കുന്നു. അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വ്യൂവിൽ പോയിട്ട് സ്മാർട്ട് ഗൈഡ്സ് എന്നുള്ള എനേബിൾഡ് ആണോ എന്നുള്ളത് നോക്കുക. സ്മാർട്ട് ഗൈഡ്സ് ആണ് നമ്മൾ ഈ കാണുന്ന ഈ പിങ്ക് ലൈൻ ഇവിടെ വരുന്നത്, കണ്ടില്ലേ? അതൊക്കെ സ്മാർട്ട് ഗൈഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത എലിപ്സ് ടൂൾ എടുക്കുന്നു. എലിപ്സ് ടൂൾ അതിന് മുമ്പ് ഇതിനെ ഡീസെലക്ട് ചെയ്യാം. ഡീസെലക്ട് ചെയ്യാനായിട്ട് സെലക്ഷൻ ടൂൾ എടുത്ത് വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇവിടെ സെൻറ്ററിൽ വരുന്നു. സെൻറ്ററാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സ്മാർട്ട് ഗൈഡ്സ് എനേബിൾ ചെയ്തുകൊണ്ട് ഈ ഒരു ലൈൻ കണ്ടില്ലേ വരുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ പോകും. ഞാനപ്പോൾ ഓൾട്ടും കൂടെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 2 സൈഡിലോട്ട് ഒരേപോലെ സ്പ്രെഡ് ആവും. ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സർക്കിൾ ആവും. ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് അങ്ങനെ കൊണ്ടുപോയിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ആഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതൊരു ഷേപ്പായിട്ട് എനിക്ക് കിട്ടി. നമുക്കിത് കുറച്ച് താക്കാം. ആരോ കീ വെച്ച് ഞാൻ ഡൗൺ ആരോ അടിക്കുകയാണ്. അപ്പോൾ അത് താഴോട്ട് വരുന്നതാണ്.
ഇനി നമുക്ക് സ്മാർട്ട് ഗൈഡ്സ് ഒന്ന് ഓഫാക്കാം. സ്മാർട്ട് ഗൈഡ്സ് ചില സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും, ചില സമയത്ത് അത് ഉപയോഗമായിരിക്കും. നമുക്ക് ഇപ്പോൾ സ്മാർട്ട് ഗൈഡ്സ് ഓഫാക്കിയിട്ട് വീണ്ടും എലിപ്സ് ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എക്സാക്റ്റ് അതുപോലാണോ നോക്കണ്ടേ, ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് ബാക്ക്ഗ്രൗണ്ട് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഏകദേശം കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ വയ്ക്കുന്നു, എല്ലാം കൂടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു മൈനസ് ആയി പോകാനായിട്ട്. ഇനിയും എലിപ്സ് ടൂൾ എടുക്കുന്നു. ഇപ്പം എലിപ്സ് ടൂൾ വെച്ച് ഇത് വരച്ചിട്ട് ഞാൻ പെട്ടെന്ന് സെലക്ഷൻ ടൂൾ എടുക്കാൻ വേണ്ടി വി പ്രസ് ചെയ്തു. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് വി ആണ്. ഇതാണ് സെലക്ഷൻ ടൂൾ. ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്തു. ആരോ കീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ. ഇതെല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് ആ ഒരു ഇത്രയും ഒരു ഷേപ്പായിട്ട് കിട്ടാനായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതൊന്ന് വരയ്ക്കാം. അതിന് ആദ്യം ഈ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് വരയ്ക്കാം. അതിന് സിമ്പിളാണ്. ഇവിടെ കൊണ്ടുവരിക, സർക്കിൾ വരയ്ക്കുക, ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എൻ്റെ ഒരു കോപ്പി എടുക്കാം. അതിനെ ചെറുതാക്കിയിട്ട് കുറച്ചുകൂടെ സൂം ചെയ്യാം. വയ്ക്കാം. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇനി ഇത് വരയ്ക്കാം, ചുണ്ട് വരയ്ക്കാം. അതിന് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വെറുതെ ഡ്രാഗ് ചെയ്താൽ മതി. ഇത് സബ്ട്രാക്റ്റ്, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇതും സബ്ട്രാക്റ്റ്, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇത് ആഡ്, വെറുതെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് ഈ ടെയിലൊന്ന് വരയ്ക്കാം. ആരോ കീസ് ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു. ഇത്ര സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈനസ് ആവും. ഇനി ഞാൻ സെലക്ഷൻ ടൂൾ തന്നെ എടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ചെറുതാക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് വരുന്നത്. ഇതൊക്കെ മാറ്റണമെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ സ്ട്രോക്കിൽ വന്നിട്ട് കോർണർ റൗണ്ട് ജോയിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കോർണറും കണ്ടില്ലേ റൗണ്ടായിട്ട് വരും. ഇനി നമുക്കിതിനൊരു കളർ കൊടുക്കാം. ഇതാ ഞാൻ ഇവിടെ കുറച്ച് കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് കളേഴ്സ് എടുത്ത് ഒരു റെക്റ്റാങ്കിൾ ടൂൾ വെച്ചൊരു സ്ക്വയർ വരച്ചതിന് ശേഷം അതിൽ കളർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കളർ കിട്ടും. അതുപോലെ വീണ്ടും ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. ഈ പോർഷൻ നമ്മൾ രണ്ടായിട്ട് ആക്കിയതാണ് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച്. ഇത് സെലക്ട് ചെയ്യുന്നു, എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് ഇത് കൊടുക്കാം. പിന്നെ ചുണ്ടിൻ്റെ ഇവിടെ നമുക്ക് ടോപ്പ് ചെയ്ത് താഴെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് ഈ കളർ കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ കണ്ണ് വരച്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ ഇവിടെ നമുക്കൊരു ഔട്ട്ലൈനും കൂടെ കിടപ്പുണ്ട്, ഒരു സ്ട്രോക്ക് കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഈ സ്ട്രോക്ക് എടുത്ത് നൺ കൊടുത്ത് കഴിയുമ്പോഴത്തേന് ശരിയാവും. ശരിക്കും ഞാൻ ആദ്യം വരച്ചിരുന്ന ഒരു ഇമേജ് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ബിഗിനേഴ്സിന് അതൊരു നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് സർക്കിൾസ് വരച്ച് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇമേജ് വരയ്ക്കാതെ ഇതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് വരച്ചത്. അപ്പോൾ ഈ ഇമേജും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാ ഇമേജസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വരച്ച് നോക്കുക. ഇനി ഇതിലൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പം എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അതിന് ഞാനൊരു റെഡ് പോലത്തെ കളർ കൊടുത്തു. എൻ്റെ ഒരു കോപ്പി ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുന്നു. അതിന് ഞാനൊരു ബ്ലൂ കളർ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഷേപ്പ് ബിൽഡർ ടൂള് നമ്മൾ വേറൊരു ടൂളും കൂടെ നമുക്ക് ഇവിടെ ഒരു കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ലോഗോയുടെ ഇതൊരു ലോഗോ ആണെന്ന് വിചാരിക്കുക. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഇതിനെ നമുക്ക് ഭംഗിയാക്കാൻ എന്ത് ചെയ്യാം, ഷേപ്പ് ബിൽഡർ ടൂളിൻ്റെ സഹായം ഉപയോഗിക്കാം. അതിന് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി താഴോട്ടെടുത്ത് വയ്ക്കുകയാണ്. അതിന് ഞാൻ ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് എടുക്കുന്നു. ഓഫ്സെറ്റ് പാത്ത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ 10 പിക്സൽ തന്നെ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജ് സെലക്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ലോഗോയുടെ ഫീൽ ഇതിൽ കിട്ടി. അപ്പോൾ ഷേപ്പ് ബിൽഡർ ടൂൾ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഈ ഒരു ഡിസൈനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ഇതിലൊന്ന് ചെയ്ത് നോക്കാം. അതിന് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്ത് ആദ്യം ഞാൻ ഇത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് കൊടുക്കുന്നു. 10 തന്നെ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇനി ഈ പോർഷൻ സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. ഇത്രയും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ഓൾട്ട് പ്രസ് ചെയ്ത് ഈ ഒരു പോർഷൻ മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇത്രയും കട്ടായിപ്പോയി. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യാം. അതിൽ ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് കൊടുത്തിട്ട് സെയിം തന്നെ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇത് മാത്രം ഞാൻ ഇതിൻ്റെ കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും സെലക്റ്റഡ് ആയിരിക്കും. ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ അത്രയും കട്ടായിപ്പോയി. ഇനി ഞാൻ വീണ്ടും സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് ഓക്കെ കൊടുക്കുന്നു. ഇത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ എടുത്ത് വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു രീതിയെ മാറി. ഇതൊരു ലോഗോ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയാക്കാനായിട്ട് പറ്റി. നമുക്ക് പലയിടത്തും നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് സിമ്പിളായിട്ട് ഈ ഒരു ഇതുപോലെ തന്നെ ഇത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അതിന് നമുക്ക് ഈ ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്ത് അതിനൊരു കുറച്ചും കൂടെ ഒരു ലോഗോയുടെ ഒരു എലമെൻറ്റ് പോലെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ പലയിടത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ട്യൂട്ടോറിയൽ വീഡിയോസിൽ പറയുന്നുണ്ട്. ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ വരുന്ന വീഡിയോസിലെല്ലാം ഉണ്ടാവും. നിങ്ങളപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വരച്ച ഈ ഒരു ഇമേജ്, അതേപോലെ തന്നെ രണ്ടാമത് വരച്ച ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ മൂന്നാമത് ഈ ഒരു ഫോക്സിൻ്റെ ഒരു ഇമേജ് ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ ഒരു കളറും കൂടെ അതിന് കൊടുക്കണം. ഇത് മൂന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഷേപ്പ് ബിൽഡർ ടൂളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്ന അസൈൻമെൻറ്റ്സ്, നമ്മൾ ഇതിൽ പറയുന്ന അസൈൻമെൻറ്റ്സ് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.